നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഐസ് കട്ടയിൽ ഉറും പെയിൻ്റ് അടിക്കുക എന്ന് പറയും. ഐസ് കട്ടയിൽ ഉറും പെയിൻ്റ് അടിക്കുന്നത്. അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ CPM-നോടും DYFIയോടും SFIയോടും നേരിട്ട് എതിർക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല. ശക്തി കൊണ്ട് ഏതാണ്ട് 3 പേരും മറ്റുള്ള എല്ലാ പാർട്ടികളും വെച്ചാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരള ജനതയുടെ മുമ്പിൽ നിങ്ങൾ ആരുമല്ല. ആ കേരള ജനതയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഹാജി മൊയ്തീൻ ഷാ DYFക്കാരോടും CPM-നോടും ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാഫിർ ഷോട്ട് അതിന് അന്വേഷണം വന്ന് നിൽക്കുന്നത് രാകേഷിൽ മറ്റാണ്, ഒരു DYFക്കാരനുകൾ. അവിടെ വരെ അന്വേഷണം വന്നപ്പോൾ കേരള പോലീസ് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് അയാൾക്കത് പറയാൻ പറ്റില്ല. എൻ്റെ കേരള പോലീസ്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്കൊരു കഴിവില്ല. ഇവിടെ സിനിമാ നടൻ മുരളി മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ അമ്മയെ കാണാൻ മുഖ്യമന്ത്രി വരാണ്. അപ്പം മുഖ്യമന്ത്രി സന്നാഹത്തിൽ 100 കണക്കിന് പോലീസ് ചുറ്റുപാട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് മോൻ പോകുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ വേഗം പോ, അല്ലെങ്കിൽ പോലീസുകാർക്ക് ദേഷ്യം വരുമെന്ന്. അതുപോലെ അത് വിവരമില്ലാത്ത തള്ളയായിട്ടാണ്. അത് വിവരമില്ലാത്ത ജനങ്ങളാക്കരുത് മലയാളികളെ. ആ അന്വേഷണം വന്ന സമയത്ത് അദ്ദേഹത്തിന് അത് പുറത്തു വിടാനുള്ള സർവ്വ ഉത്തരവാദിത്വമല്ലേ? അവിടെ അകത്ത് കയറ്റി 2 പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? തത്തപ്പറമ്പിൽ പറയില്ലേ, കേരള പോലീസ് പറയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അധികാരം ആളായതുകൊണ്ട് പോലീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ നേതാക്കളുണ്ടല്ലോ ഇവിടെ, CPM നേതാക്കൾ ചോദിച്ചാൽ പോരെ ആരാണ് സഖാവിൻ്റെ പുറകിൽ? ആ പ്രശ്നം അവിടെ തീർക്കാൻ പാടില്ലേ? അപ്പോൾ പ്രശ്നം തീർക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മമതയുടെ അവിടെ കാണിക്കുന്ന പോലെ അധികാരം വന്നതോടി, അത് രണ്ടാമത് അധികാരം വന്നതോടി നിങ്ങൾ കാണിക്കുന്നത് 100% ദാർഢ്യമാണ്, അഹങ്കാരമാണ്, ധിക്കാരമാണ്. ആരും ചോദ്യം ചെയ്യാനുള്ള അർത്ഥത്തിലാണ്. അതാണ് സംഭവം. ഇത് നിങ്ങൾ 25 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചില്ലേ? എൻ്റെ DYFI നേതാക്കൾ, ഞാൻ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൽ DYFI ചെറുപ്പക്കാർ. കാരണം അവർ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മുമ്പ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കയറുന്നത് കേവലം വേറെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഇയാൾ പോകുന്നത്, ആരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതൊരു പക്ഷേ അകത്ത് കയറിയ സംഘപരിവാറിൻ്റെ ചാരന്മാരായിരിക്കാം ചിലപ്പോൾ എന്നവരും ചിന്തിക്കേണ്ടി വരുന്നു, ഇത്ര വൃത്തികൾ കാണുമ്പോഴും. അങ്ങനെ നിങ്ങൾ ഇനാം പ്രഖ്യാപിച്ച ആരാണ് ഇതിൽ കക്ഷി? കേരള ജനതയല്ലേ? അല്ല മുസ്ലിം ലീഗോ കോൺഗ്രസോ ആണോ? നിങ്ങൾ മുസ്ലിം ലീഗോട് എതിർപ്പുണ്ടാകാം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുകയാണ്, അത് നിങ്ങൾക്ക് എതിർത്തോ, അതിലും കുഴപ്പമില്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പോൾ പോർക്ക് ഫെസ്റ്റിനെ കുറിച്ച് ഒരു മണ്ട മൊയ്യാർ സമസ്യയുടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിപ്പോൾ നാണക്കേടില്ലേ, സമുദായത്തിൽ നാണക്കേട്ട് കാണിക്കല്ലേ, അത് ഇവരൊക്കെയാണ്. അത് നിങ്ങളെത്തുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. അതാ ഞാൻ നിങ്ങളോട് ലീഗുകാരോട് പറഞ്ഞു, നിങ്ങളെ പേര് മാറ്റ്, ആ ജാതി പേര് മാറ്റി കോമൺ നെയിം ഇട്ട് മുന്നോട്ട് പോകുന്നിട്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോകും. സാമുദായിക പാർട്ടി വേറെയാക്ക്, സാമുദായിക സംഘടന വേറെയാക്ക്, ഒരു കുഴപ്പമില്ല. അതൊന്നും ചെയ്യില്ലല്ലോ മണ്ടന്മാരായിപ്പോലെ. അപ്പോൾ CPM കളിക്കുന്ന ഇപ്പോൾ കേരള ജനതയുടെ നിർമ്മാണം അല്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ പോലീസ് എങ്ങനെയാണ് ഹൈക്കോടതി റിട്ട് കൊടുക്കേണ്ടത്? ചോദ്യം ചെയ്ത് ഇന്ന് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൊടുത്താൽ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളത്. ഇളം തലമുറ വളരെ ബുദ്ധിമാന്മാരാണല്ലോ, പ്രത്യേകിച്ച് ടെക്നിക്കലി. നിങ്ങൾ തെളിയിക്കാൻ പാടില്ലേ? അത് കേരള പോലീസ് കൊടുത്തിരിക്കുന്നത് ദാഷ്ട്യമല്ല, അത് കൊടുത്തു, അത് ഹൈക്കോടതി മുമ്പിൽ. അതിപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഒരു സഖാവല്ലേ? ഒരു സഖാവിന് അത്രയ്ക്ക് ദാഷ്ട്യം കാണിക്കാവോ? അപ്പോൾ CPI കളിക്കുന്നത് നാശത്തെ വക്കത്തേക്കാണ്, ഒരു സംശയക്കാത്തില്ല. അപ്പോൾ ഈ നാദാപുരം പോലുള്ള സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ 2 വർഗമുള്ളൂ, 2 ജാതിയുള്ളൂ. ഒന്ന് മുസ്ലിമും ഹിന്ദുവാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും ലീഗായാലും കോൺഗ്രസ് ആയാലും ഒക്കെ അവിടെ ലീഗും
കമ്മ്യൂണിസ്റ്റ് മാത്രമേ, വേറെ കോൺഗ്രസ് ഒന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ഈ പറയുമ്പോൾ മുസ്ലിം പറയെങ്കിലും അത് ജാതിക്കാർ തിരിയും. അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾ ഒരു പക്ഷത്ത്, മുസ്ലിങ്ങൾ വേറെ പക്ഷത്ത്. ഹിന്ദുക്കളിൽ 90% CPM ആണ്, മുസ്ലിങ്ങൾ 90% ലീഗുമാണ്. അത് വരുമ്പോൾ കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, ഇതും പോകുന്നുണ്ട്. അവിടെ കൊള്ളയടിച്ച കേസുകളിൽ നാദാപുരത്തൊക്കെ എത്രയോ ഗൾഫുകാരൻ്റെ വീട്ടിൽ നിന്നൊക്കെ CPM നേതൃത്വത്തിൽ ഉൾപ്പെടെ നടന്ന വർഗീയതയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടേയില്ലേ. അവിടെ തെങ്ങേറ്റ തൊഴിലാളിക്കാണ് ഈ CPM മതി. അതും പട്ടിപ്പാവങ്ങളാണ്. മുസ്ലിങ്ങൾ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും സമ്പന്നന്മാരാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാം കൊള്ള ചെയ്ത് കൊണ്ടേ ഒരു 5-6 വർഷം കൊണ്ട് നിലകളിൽ. അപ്പം അങ്ങനെ അത് ആ മേഖല പ്രത്യേകത. അത് തന്നെയല്ല, നിങ്ങളെന്താണ് ഈ ഒരു സമുദായം ഇത്ര കണ്ട് ആക്ഷേപിക്കുന്നത്? മാഷാ അല്ലാഹ് ബോർഡ് വെച്ചോലെ, സ്റ്റിക്കർ വെച്ചോലെ, പിന്നെ കാഫിർ സ്റ്റിക്കർ മുസ്ലിം ലീഗിൻ്റെ കുത്തിയൊന്നുമല്ലത്. അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വാക്കാണത്, സമുദായത്തെ ബാധിക്കുന്ന വാക്കാണ് കാഫിർ മാഷാ അല്ലാഹ്. അത് മുസ്ലിം ലീഗിൻ്റെ കുത്തിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിനെ ചാരി പറയുന്നത്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ ആ ഒരു സമുദായമാണ്. ആ സമുദായത്തെ നിങ്ങൾ അത്ര കണ്ട് പിന്നെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചത് വലിയ അപകടം ചെയ്യത് ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ സംഭവം ഉണ്ടായി, അത് സത്യാവസ്ഥ പറഞ്ഞു പോയല്ലോ, എന്താ കുഴപ്പമുണ്ടോ? ഞാൻ നമ്മളെ അഭയ കേസ് പറഞ്ഞില്ലേ, അഭയ കേസിൽ ആ 2 അച്ഛന്മാരെ ഒരു കന്യാസ്ത്രീയും സഭ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ആ നിയമത്തെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ സഭ ഇത്ര നാറ് വരുന്നോ? ഇപ്പം നാറ് തൂറി മെഴുകല്ല് കിടന്ന് അതിൻ്റെ വില എത്ര കോടി രൂപ പാവപ്പെട്ട സമുദായത്തെ പിരിച്ചെടുത്ത എത്ര കോടി രൂപ ചിലവാക്കിപ്പോൾ. അപ്പോൾ ആ ആധിപത്യം നിർത്താൻ വേണ്ടിയാണ്. അതുപോലെ സഖാക്കളെ നിങ്ങൾ ആധിപത്യം നിർത്താൻ വേണ്ടി നിങ്ങൾ വൃത്തികേട് കാണിക്കില്ലേ? നിങ്ങൾക്ക് ജനങ്ങളെ ഫേസ് ചെയ്യേണ്ട ഇലക്ഷനിൽ നേടുമ്പോൾ പാഠം പഠിച്ചില്ല. 2024 ഇലക്ഷനിൽ നിങ്ങൾ ഇനി എന്നും പാഠം പഠിച്ചില്ലേ? അപ്പം അതുകൊണ്ട് ഈ സമുദായത്തോട് ഇട്ടുള്ള കളി, സംഘടിത ശക്തിയുടെ മുമ്പിൽ സമുദായമായിട്ട് കളിക്കരുത്. ലീഗിലൂടെ കളിച്ചോ അല്ലെങ്കിൽ STPയോട് കളിച്ചോ അതൊക്കെ രാഷ്ട്രീയമാണ്, അതിൽ നമുക്ക് വരാതില്ല. ഈ സമുദായം എന്നൊന്നുണ്ട്, 40% വരുന്ന ഒരു സമുദായമുണ്ട് കേരളത്തിൽ. ആ സമുദായത്തെ നിങ്ങൾ പിന്നെ ഐസ് കെട്ടുകൾ പെയിൻറ്റ് ചെയ്യിക്കരുത്, അത് നല്ലതല്ല, ഓർമ്മ വേണം. കാരണം സഖാവ് ഇപ്പോൾ പുണ്യവണ്ണയിൽ നിൽക്കുന്ന സഖാവ് അച്യുതാനന്ദനില്ല, അച്യുതാനന്ദൻ എന്ന സഖാവ് മുസ്ലിമിനെ ചാരി ഈ സമുദായം ചെയ്ത ദ്രോഹം ലോകമുള്ള കാലം മറക്കുമോ? ഇപ്പോഴത്തെ അവശരായി 100 വയസ്സ് കഴിഞ്ഞ് വേണ്ട അങ്ങ് പോകാൻ നിൽക്കുകയാണ്. നല്ല വായിൽ നിന്ന് വന്ന് അത് ഡൽഹി ചെന്ന് പറഞ്ഞത് എത്ര പിന്നെ ആഴത്തിൽ ദീർഘവീക്ഷണവും എത്ര കാലം നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി നിലയിൽ ഒരു CPM നേതാവല്ല പറഞ്ഞത്, കേരള മുഖ്യമന്ത്രിയാണ്. പിണറായി സഖാവ് പറയുമ്പോൾ കേരള സഖാവ് CPM സെക്രട്ടറി അല്ല, ഇപ്പോൾ CPM കേരള മുഖ്യമന്ത്രിയാണ്. കുറച്ചുകൂടി അർത്ഥമുണ്ട് വാക്കുകൾക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു കാര്യം പറയാം, മറ്റേ കൽക്കട്ടയിലെ അതിദാരുണമായ കൊലപാതകമല്ല, ചെയ്തു കൊന്ന കേസാണ്, ബലാത്സംഗമാണത്, ഒന്നതാണത്. അത് ഒരു ന്യായീകരണത്തിലില്ല. അതിൽ മമതാ ബാനർജി കളിച്ചത്, ഇതിലേക്ക് മമതാ ബാനർജിയുടെയൊക്കെ ആത്മഹത്യ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഈ അടുത്താൽ തീരുമാനമെടുത്ത് ഒരു വർഷം മുൻപ് ജാതി സെൻസസ് തുടങ്ങുന്നു. അത് വലിയൊരു ആപ്പാണത്. കോൺഗ്രസ്സുകാർ പണ്ടത് പറഞ്ഞപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ് ആദ്യം എതിർത്തത്, കോൺഗ്രസ് ചാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോഴും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെതിരെ കാലുവായതുണ്ടെങ്കിലും മൊത്തത്തിൽ ഇപ്പോൾ ആരോ പേടിച്ചിട്ട് അത് കോൺഗ്രസ് ഇതാണ്. കോൺഗ്രസിൻ്റെ KPCCയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എറണാകുളത്ത് കളമശ്ശേരിയിൽ ചാക്കോള ഓഡിറ്റോറിയത്തിൽ ആ കോൺഗ്രസ് നിങ്ങൾക്ക് തീരുമാനിക്കണം. അടുത്ത ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ബാക്കിയാണ് 2026 ഇലക്ഷനെങ്കിലും UDF കേരളത്തിൽ ഭരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇപ്പോൾ UDFിൻ്റെയൊക്കെ അവസ്ഥ? നിങ്ങൾ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തർക്കം മാറ്റാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മേഖലയിൽ കള്ളന്മാരൊന്നും ആ മേഖലയിൽ വേറെ കള്ളം വരില്ല. കള്ളന്മാർക്കൊരു ധാരണയുണ്ട്, സഖ്യമുണ്ട്, സഹകരണമുണ്ട്, സംഘടനയുണ്ട്. നിങ്ങൾ മുഖ്യമന്ത്രിയാൻ ആഗ്രഹിക്കുന്ന 10 പേര്, ആ 10 പേര് കൂടി ഇരുന്നിട്ട് നിങ്ങൾ ഒരാൾ ഇപ്പോഴേ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ധൈര്യമായിട്ട് പ്രഖ്യാപിച്ച് ഇറങ്ങുക. ആ ആളുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ നേരിടുക. ഇനിയൊരു അവസരമില്ല, നോ ചാൻസ് അറ്റാൾ എന്നാണ്.
ഇത് അവസാനത്തെ അവസരമാണ്. അതാണ് ഞങ്ങളിപ്പോൾ കോൺഗ്രസും അധികം സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ CPM-നോടും വെറുപ്പുണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ നാടിൻ്റെ നിലനിൽപ്പിന് ഇത് അവസാന പിടിവള്ളിയാണ്. ഈ പിടിവള്ളി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഭയാനകവും ഭയങ്കരവും ബീഭത്സവുമായിരിക്കും. അത് ഒഴിവാക്കാൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാ ചെയ്തി നമ്മൾ നന്നായിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാ ചെയ്തികളും നല്ലതായിട്ടല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ദീർഘമായി ചിന്തിക്കുമ്പോൾ നാടിൻ്റെ ഭാവിക്ക് അടുത്ത ഇലക്ഷനിൽ UDF വന്നേ തീരൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴേ കരുക്കൾ നിൽക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ധാരണെത്താൻ പറ്റിയില്ലേ? ഇന്ന് KPCCയുടെ യോഗ ആയിരുന്നില്ലേ? നിങ്ങൾ ധാരണ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്? 10 മുഖ്യമന്ത്രി അർഹതയുള്ള 10 പേരിൽ 140 പേര് നിങ്ങൾ മുഖ്യമന്ത്രി അർഹതയുള്ള കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ പ്രഥമ ദൃഷ്ടി കാണുന്ന 10 പേര് കൂടിയിട്ട് നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് കൂടി മനസ്സ് തുറന്ന് പറയുന്നേ എന്താ വേണം നമുക്ക്? 10 പേരുണ്ട്, ഒരാൾക്ക് ചാൻസ് ഉള്ളൂ, അത് നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ആര് വേണം? നിങ്ങൾ സ്വയം ധാരണയെത്ത്. ഇനി സ്വയം ധാരണയെത്തപ്പോൾ നിങ്ങൾ നറുക്കിട്ടെടുക്ക്. നിങ്ങൾ പുറത്ത് കളിക്കണ്ട, KPCCയുടെ മറ്റു ആൾക്കാരെ അറിയിക്കണ്ട. നിങ്ങൾ മാത്രം ഇരുന്ന് എന്നിട്ട് KPCC യോഗ്യത പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ UDF-ന് യോഗ്യത പ്രഖ്യാപിക്കണം. ആദ്യം KPCCയിൽ പിന്നെ UDF-ൽ. ഇനി ആളാണ് അടുത്ത കേരളത്തിലെ UDF-നെ നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ചെന്ന് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ അപകടമാണ്. ഇപ്പോൾ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് 36 മണിക്കൂർ നേരം ഡ്യൂട്ടി കൊടുത്തതാണ്. അങ്ങനെ അവശനാക്കി പറയാൻ കാരണം ഈ ഡോക്ടർമാരൊക്കെ കുറച്ച് മനഃശാസ്ത്രം ശൈത്യശാസ്ത്രം അറിയാമെന്നല്ലോ. ഡാൻസ് ചെയ്ത് തളർന്ന സ്ത്രീകൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ഡാൻസ് ചെയ്ത് തളർന്ന സ്ത്രീകൾ, യാത്ര ക്ഷീണം കൊണ്ട് തളർന്ന സ്ത്രീകൾ, ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്, പക്ഷെ ഇല്ലായ്മല്ലേ കൊണ്ട് കുറവ് കൊണ്ട് വന്ന ക്ഷീണം, ഇങ്ങനെ ക്ഷീണിതരായ സ്ത്രീകളായിട്ടാണ് കൂടുതൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് ഇത് കാമശാസ്ത്രമുണ്ട്, അത് ഡോക്ടർമാർക്ക് അറിയുകയും ചെയ്യല്ലോ. അങ്ങനെ 36 മണിക്കൂർ തുടർച്ചയായിട്ട് ഡ്യൂട്ടി കൊടുത്ത് ഭക്ഷണം കൊടുക്കാതെ വിശ്രമിക്കാതെ അവശയാക്കിയാണ്. അങ്ങനെ വിട്ട് കഴിയാണ് മുകളിലേക്ക് പോയി കിടക്കാൻ പോയി. ഇനി മുകളിൽ പോയതാണോ ഈ ക്രൂരന്മാർ കൊണ്ടുപോയതാണെന്ന് ഇങ്ങനെ അറിയാം, കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു. അതിനെതിരെ ഇന്ന് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ സമരങ്ങൾ, പണ്ട് നിർഭയ കേസുണ്ടായില്ലേ? നിർഭയ കേസ്, ആ നിർഭയ കേസിനേക്കാൾ ഒരുപടി മുന്നിലാണിപ്പോൾ കൽക്കട്ടയിൽ. അത് മമതാ ബാനർജിയുടെക്കും താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ ഈ ജാതി സെൻസിനെ കുറിച്ച് പറയുമ്പോൾ മുന്നോക്ക ജാതിയിൽപ്പെട്ട ഏതാണ്ട് 90% പേരും ആ ആശയത്തിൽ യോജിക്കുന്നവരാണ്, ഉള്ളുണ്ട്. അത് തന്നെയുമല്ല, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ മുന്നോക്ക സമുദായത്തിൻ്റെ ഏജന്റ് എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരുണ്ട്. അത് ഇസ്രായേലിന് ലോകത്തെല്ലാം ചാരന്മാരുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിയുണ്ട് എന്ന് പറയും പോലെ എല്ലാ പാർട്ടിയിലും കീ പോയിന്റിൽ 1-2 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമതാ ബാനർജി ഭരണം പോയാലും വേണ്ടില്ല, അവിടെ BJP വരട്ടെ എന്നുള്ള ചിന്താഗതി ചിന്തിക്കുന്നുണ്ടോയെന്ന് സംശയിക്കുമ്പോൾ ഒരു പോക്കുണ്ടല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്, അവിടുത്തെ മമതാ ബാനർജിയുടെ ഇത് നമ്മൾ ഒന്നൊന്ന് മെച്ചമായിട്ട് ആലോചിക്കണം. ഇപ്പം അന്ന് നിർഭയ കേസ് വന്നപ്പോൾ എന്തൊരു കോലാഹലം. അതും കൂടി മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് താഴെ ഇറങ്ങാനുള്ള പല കാര്യങ്ങളും അതായിരുന്നു, മെയിൻ കാരണം അതായിരുന്നു. അന്ന് അഴിമതിയുടെ കാര്യം പറഞ്ഞത്, സ്പെക്ട്രം അഴിമതി 3,75,000 ലക്ഷം കോടിയുടെ അഴിമതി കിടന്നത്, അത് അഴിമതി ആരോപണമാണ്. എന്നാൽ ഈ മോഡി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ 80,000 കോടി രൂപയുടെ ഒരു ഇതൊന്നുമില്ലേ 500 നോട്ട് പ്രിന്റ് ചെയ്ത് റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി, പ്രിന്റ് ചെയ്ത് പ്രസ് ചെയ്ത് പുറത്തിറങ്ങി, പക്ഷെ റിസർവ് ബാങ്ക് എത്തിയിട്ടില്ല. ഒരാൾ ബോംബെ ആൾ എഴുതി ചോദിച്ചു പറയണം, അങ്ങനെ ഒരു അവിടെ വിട്ടായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തിയില്ല. അതായത് 80,000 കോടി രൂപയാണ്, 1-2 കോടി രൂപയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് അന്വേഷിച്ചത്? ആരന്വേഷിച്ചു? അതുപോലെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അഴിമതിയെല്ലാം അത് ഊതി വീർപ്പിച്ച അഴിമതിയായിരുന്നു. പക്ഷെ അത് നോക്കി നിൽക്കാനുള്ള കഴിവ് കോൺഗ്രസ് നേതാക്കൾക്ക് മൻമോഹൻ സിംഗിനെ മൻമോഹൻ സിംഗ് ആള് മര്യാദക്കാണെങ്കിലും ഉറക്കൊന്നും ഈ മന്നെ പോയില്ലേ, അത് പുള്ളിക്കൊന്നും അത് പറ്റിയില്ല. അവസാനത്തെ കൈ ഒഴിഞ്ഞ് BJP ഏൽപ്പിച്ച് അവരെല്ലാം കൈ ഒഴിപ്പോയി.
അന്നൊരു ഉറക്കനൂയി നേതാവ് ഉണ്ടായില്ല, ഉറക്കനൂയി നേതാവ് അവിടെ വന്ന് ഇരുന്ന് ഡൽഹിയിലിരുന്ന്. ആ മനുഷ്യൻ BJP അധികാരത്തിൽ കയറിയ ശേഷം കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരിക്കൽ പോലും ഒരു അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിനെ കുറിച്ചോ ഏതെങ്കിലും കുറിച്ച് മിണ്ടിയുണ്ടോ? ഇന്നാളൊന്നും മിണ്ടി. എപ്പോഴെന്നറിയോ? അത് മഹാരാഷ്ട്രയിൽ പിന്നെ ബിയറൊക്കെ പാക്കറ്റാക്കി സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തോ ഒന്ന് ശബ്ദം എനിക്ക് അത് ആരും വച്ചില്ല, വടവ് എന്ന് പറഞ്ഞു. ഇതാണ്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരെ താടി ഇറക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ഈ ലോബി കോൺഗ്രസ് തന്നെ ഒരു വിഭാഗം സപ്പോർട്ട് അവർക്കുണ്ട്. അതുപോലെ ഇപ്പോൾ മമതാ ബാനർജിയാണ് ഇപ്പോൾ ഈ തടസ്സമായി നിൽക്കുന്നത്. പശ്ചിമ ബംഗാൾ UP പശ്ചിമ ബംഗാൾ കൂടി BJPയുടെ കയ്യിൽ വേണം. അതിലുള്ള സർവ്വ അടവും തട്ടിപ്പോൾ നടത്തുന്നത്. പക്ഷെ അത് കാണുവാനുള്ള ഒരു കാഴ്ചയാണ് മമതയ്ക്ക് കാഴ്ചയുണ്ട്. പക്ഷെ ഉൾക്കാഴ്ച മമതയ്ക്കില്ലാതെ പോയി. അപ്പോൾ അഹങ്കാരം വന്നു പോയി. കാരണം അധികാരം വന്നാൽ ഏകാധിപത്യം വരും. ഏകാധിപത്യം വന്നാൽ പിന്നെ അഹങ്കാരം വരുമല്ലോ. അതാണല്ലോ അതിൻ്റെ ഇത്. അത് ചെയ്ത പ്രവൃത്തിയെല്ലാം തെറ്റാണ്, കാണുന്നതെല്ലാം. അതൊക്കെ മനസ്സിലാകുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം അവസാനം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒരാളെ തോൽപ്പിക്കുമ്പോൾ നമുക്കിത് നേടാൻ പറ്റി നോക്കണം. നമുക്ക് നേട്ടമില്ലെങ്കിൽ നമ്മളാളെ തോൽപ്പിച്ച എന്ത് കാര്യം? അതുപോലെ ഈ കാര്യത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും, അതിൻ്റെ ഫലം കൊയ്യുന്ന ആരായിരിക്കും, അത് മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ സമരമൊക്കെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ശക്തമായി നടക്കാറ്, രാത്രി പകലൊക്കെ. ആ സമരത്തിൻ്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലം കിട്ടുന്ന ആർക്കാണെന്ന് മനസ്സിലാക്കണം. അവിടെ BJPക്കാണ്, CPM-നല്ല, കോൺഗ്രസിനല്ല, മമതക്കുമല്ല. അപ്പോൾ അതിന് അവസരം വെച്ച് കൊടുത്താൽ മമതയെ നമ്മൾ എന്താ പറയുക? അതാണ് സ്ത്രീകളാണെങ്കിൽ പോലും അഹങ്കാരം വന്നാൽ, ധിക്കാരിയായാൽ നാട് നശിക്കും. ഒരു സംശയക്കാര്യത്തില്ല. ഒരു വശത്തോടി മോഡിയുടേത്, ഒരിപ്പം മമതയുടേത്, ഇവിടെ പിണറായി സഖാവിൻ്റെ. ഇവരെല്ലാം ഏകാധിപതികളാണ്. രാജ്യശ്രീ ഒരു സാധുജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഒക്കെ ഏകാധിപതികൾ കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. CPM ഒക്കെ പഠിച്ചു പറഞ്ഞത് ഇപ്പോൾ എല്ലാം കോടീശ്വരന്മാർക്ക് വേണ്ടിയായല്ലോ. പാവപ്പെട്ടവരിൽ ചിന്തിക്കുന്നുണ്ടോ? പാവപ്പെട്ട വേണ്ടി ഒരു സമരം കേരളത്തിൽ CPM നടത്തിയിട്ട് എത്ര വർഷമായി? തൊഴിലില്ലായ്മ കൂലി അങ്ങനെ ഇന്ധന വർധനക്കെതിരെ, ഭക്ഷ്യവസ്തുക്കൾ വിലക്കെതിരെ എന്തോ ഒരു സംയുക്ത യോഗം ഉണ്ടാക്കും CITU. എന്നിട്ട് ഒരു പ്രദർശനം 5-6 മാസം എത്തുമ്പോൾ ഒരു 2 മണിക്കൂർ ഒരു ധർണ വയറ്റിലെല്ലാം എവിടെയെങ്കിലും. അല്ലെങ്കിൽ അതൊന്നും അല്ല സമരം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സമരം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? CPM-ന് സമരം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ വിലവർദ്ധനെതിരെ എത്ര ശതമാനമായി, എവിടെ എത്തി? അതിനെതിരെ ഈ UDF ചെയ്യുന്നുണ്ടോ? UDF ചെയ്യുന്നില്ല. നിങ്ങൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും പാവപ്പെട്ട് ജനങ്ങളെ ചൂഷി ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പറ്റിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാം ഒരുപോലെയാണ്. ഇവിടെ ഒരു വിധം കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമം, അത് BJP ഉണ്ടാക്കിയ നിയമമുള്ള എന്താണ്? കല്യാണ പരിപാടിക്ക് സംഭാവന കൊടുക്കുന്ന സംഖ്യ അതിന് നികുതി വേണ്ട. മനസ്സിലാക്കണം. അത് എത്ര കോടിയായാലും നികുതി വേണ്ട, നികുതി പെടുകയില്ല. ഇപ്പോഴത്തെ അംബാനിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ എത്ര ലക്ഷം കോടി രൂപയാണ് ഇനാമായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് കള്ളപ്പണം വെളുപ്പിച്ചല്ലേ? അവർ കള്ളപ്പണം വെളുപ്പിച്ച് കിട്ടി, ടാക്സ് കൂടി ഒഴിവാക്കി കിട്ടി. അതാണ് നിയമം. അതാണ് സാധാരണക്കാർക്കുള്ള നിയമം. ഇവിടെ നിങ്ങൾ കാര്യമാണ്, നിങ്ങൾ കരണ്ട് ചാർജ് കെട്ടാൻ വൈകിയാൽ 5 മണി കാത്ത് 5:01 നിങ്ങളുടെ വീട്ടിലെ ഫീസ് വരും. അതേ കേരളത്തിൽ തന്നെ 2000 കോടി രൂപയോളം കുടിശ്ശിക കൊടുക്കാനുണ്ട്. കറണ്ട് ചാർജ് കൊടുക്കാനുണ്ട്. അത് കോടിക്കണക്കിന് രൂപ. അപ്പോൾ എവിടെയാണോ നീതി? എവിടെയാണ് സഖാക്കളെ നീതി? എവിടെയാണ് മനുഷ്യത്വം? അതാണ് വന്നത്. ഈ അടുത്ത കാലത്ത് ഒരു വകുപ്പ്, ഇപ്പോൾ ഈ കൈയിട്ട് വരാൻ പറ്റിയ പ്രഥമ ദൃഷ്ടിയുള്ള വകുപ്പ് 2 വകുപ്പാണ്. ഒന്ന് വെള്ളക്കരവും, ഒന്ന് കറണ്ട് ചാർജാണ്. ബാക്കി ട്രാൻസ്പോർട്ടൊന്നും അങ്ങനെ കൈയിടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഒരാൾക്ക് ഒരു ആവശ്യം വന്നു, പാർട്ടി നേതാവ് ഒരു ആവശ്യം വന്നു, ശരി ബില്ല് ഉണ്ടല്ലോ ഇത്ര രൂപ, അവൻ്റെ 1 കോടി രൂപ ബില്ല് ഡ്യൂസാണ്. അവിടെ വിളിച്ചു പറയുന്നത് എൻ്റെ ആൾ വരുന്നുണ്ട്, ഒരു 2 ലക്ഷം കൊടുക്കട്ടോ. 2 ലക്ഷം കൊടുക്കും. അവനെന്താ 1 കോടി അവിടെ കിടക്കല്ലേ? അങ്ങനെ പലപ്പോഴും വാങ്ങിച്ച് പകുതിയിലധികം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ് അവർ പിന്നെ അത് പിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കാത്തത്. പിരിക്കാൻ കണക്ക് പറയല്ലേ?
അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഇരു മുന്നണി വേണി പറയാം, രണ്ട് മുന്നണി ഇപ്പോൾ പിന്നെ ഭരിക്കുന്ന LDF പണിയിൽ അതെല്ലാം സപ്പോർട്ട് ചെയ്യാല്ലാതെ സാധാരണക്കാരിയല്ല. UDF ഭരിക്കും അത്ര മോശമൊന്നും ആയിരുന്നില്ല. കാരണം മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയ നിയമമല്ലേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഉണ്ടാക്കി 2011 മോഡി വന്ന് 3 വർഷം കേരളത്തിൽ കിട്ടില്ല. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയില്ലേ. ആ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് ആരോഗ്യമന്ത്രി ശിവകുമാർ ശ്രമിച്ചില്ല മാത്രമല്ല ഇവിടുത്തെ സ്വകാര്യ ലോബി എന്ത് ചെയ്ത് പണം കൊടുത്തു, കോടികൾ വാങ്ങിച്ചു പറഞ്ഞത്. ഇപ്പോൾ വേറെ കാര്യം, പശ്ചിമബംഗാളിൽ ഒരു 10 ദിവസം കഴിഞ്ഞ പശ്ചിമബംഗാളിൽ OP പോലും സമരത്തിലാണ് ഡോക്ടേഴ്സ്. OP പിന്നെ ഔട്ട് പേഷ്യൻ്റ്, ഇൻപേഷ്യൻ്റ് ഇല്ല, പുറത്ത് വരുന്ന പോലുമില്ല. 10 ദിവസമായി. അതിൻ്റെ ഗുണഭോക്താക്കൾ ഇപ്പോൾ ആരാണ്? സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ സ്ഥാപനങ്ങൾ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? 10 ദിവസം കൊണ്ട് അവർ നേടുന്നത് എത്ര കോടിയാണെന്നറിയോ? OP പോലും ബഹിഷ്കരിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യത്വമുണ്ടോ ഈ ഡോക്ടർമാർക്ക്? ആ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ ഒരു ന്യായീകരണവും ഇല്ല. നമ്മൾ ഒരു സംശയമില്ല, തെറ്റ് തന്നെയാണ്. അതും തെറ്റ് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഡോക്ടേഴ്സ് അവർ എത്തിക്സിനെ എതിർത്തുകൊണ്ട് 10 ദിവസമായിട്ട് OP അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ അർത്ഥം ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയല്ലേ എൻ്റെ നേട്ടം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. പാവപ്പെട്ട് എന്നാക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിലും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയിരുന്നപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ മമതാ ബാനർജി ഗവൺമെൻറ് ആണെങ്കിലും ഒരു രക്ഷയില്ല. സമ്പന്നന്മാർക്ക് വേണ്ടി. ഇത് രാഷ്ട്രീയത്തിൽ പഴഞ്ചലുണ്ട്, ജയിക്കുന്നവർ അമ്മ വേണം, ജയിച്ചാൽ പിന്നെ മകളെ വേണമെന്നുള്ള പഴഞ്ചലുണ്ട്. അതുപോലെയാണ് വോട്ട് ചെയ്യുന്നവർ ജനങ്ങൾ ഗുണക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവരും മറക്കും, പിന്നെ അടുത്ത ഇലക്ഷൻ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു വരുന്നത്, കൽക്കട്ടയാണെങ്കിലും ഇവിടുത്തെ DYFIയുടെ കാരാണെങ്കിലും നിങ്ങൾ ഐസ് കട്ടയിൽ പെയിൻറ്റിയിൽ കേരള ജനതയെ നിങ്ങൾ എതിർക്കരുത്. ജനത മുമ്പിൽ നിങ്ങൾ തോറ്റു. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും ലീഗിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാം, പക്ഷേ കേരള ജനത മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടി അതുപോലെ സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പോകണം. അത് തന്നെയുമില്ല ഈ മാഷാ അല്ലാഹ് പ്രൊജക്റ്റ് പോലെ ഇപ്പോൾ ഇതുപോലെ ഇല്ല. ഈ സമുദായത്തിൻ്റെ പേര് നിങ്ങൾ ഉദയറുന്നത് മാഷാ അല്ലാഹ് സ്റ്റിക്കർ വെച്ചാൽ എന്താ അതിൻ്റെ ഗൗരവം എന്താണ്? ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പശുവിനെ അറുത്ത് പശുവിനെ കൊന്നത് തല അമ്പലത്തെ മുമ്പിലിട്ട് അമ്പലത്തിൽ ചെയ്താരാണ്? ഇവിടുത്തെ സംഘപരിവാരം ചെയ്യും. എന്നിട്ട് അതിൻ്റെ പേരിൽ നിരപരാധി എത്ര പേര് അകത്താക്കും? അതുപോലെ ഇതിൻ്റെ ഭവിഷ്യത്വം എത്ര വലുതായിരുന്നത് മനസ്സിലായോ? അത് കുറ്റം പോലെ ദൈവാധീനം ജനങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് അത് പുറത്ത് വന്നു. അതിൻ്റെ അവസ്ഥ പുറത്ത് വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല സഖാക്കളെ. നിങ്ങൾക്ക് രാജ്യം ഭരിക്കണം, മുന്നോട്ട് പോകണം, പാർട്ടി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കുറച്ചുകൂടി മാതൃകാപരമായിരിക്കണം, കുറച്ചുകൂടി ശാസ്ത്രീയമായിരിക്കണം, കുറച്ചുകൂടി മര്യാദയ്ക്ക് പോകണം. അത് ധിക്കാരം വിട്ട് കളയണം. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളായിട്ട് അതമ്പതിച്ചു പോകും. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് സഖാക്കൾ DYFIക്കാർ നിങ്ങൾ മാതൃകയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, കുറേയൊക്കെ നല്ല കാര്യം ചെയ്യുന്നവരാണ്. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.